എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. വിശേഷം വരാൻ വൈകിട്ടുണ്ട് കേട്ടോ, ഞാൻ താമസിച്ചിരുന്ന കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ ചാരുമോളെ കാണാതെ വന്നപ്പോ സോണി വല്ലാത്ത കരച്ചിലായിരുന്നു. ചാരുമോളെ വിളിക്കുക, അവൾ ഏത് ക്ലിനിക്കിലാണ് പോയെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് സോണി പൊട്ടിക്കരയാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, നീ സമാധാനിക്ക്, കിരണേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അവൾക്ക് മോൾക്കൊരു ആപത്തും വരില്ല എന്ന് പറയണം. മുഹൂർത്തം തെറ്റിക്കേണ്ട, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാം. സോണി പറഞ്ഞു, അതൊന്നും നടക്കില്ല, എന്റെ മോള് വരാതെ ഇനി ഒരു കാര്യവും ഇവിടെ നടക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു, അത് ശരിയാ, അവള് വരട്ടെ, ചാരുമോൾ ഇങ്ങോട്ട് വന്നിട്ട് പോരെ, നമുക്ക് ധൃതി ഒന്നും ഇല്ലല്ലോ എന്ന് പറയണം. അഗസ്റ്റിനും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോണിയുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് സോണി എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേനും അതിനകത്ത് രാഹുലിന്റെ ഗുണ്ട പറഞ്ഞിരിക്കുന്ന കുറെ ഭീഷണിയായിരുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതെ, നിന്റെ മോളിപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്, ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോളെ പിന്നെ നീ ജീവനോടെ കാണില്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞു സോണി നടന്ന് പൊട്ടിക്കരയുവാണ്. എന്താ സംഭവം എന്നറിയത്തില്ലാതെ ചന്ദ്രസേനൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ചന്ദ്രസേന്റെ കയ്യിലേക്ക് ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുക, രൂപ വാങ്ങി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനന് മനസ്സിലായി ചാരുമോളെ ആരോ തട്ടിക്കൊണ്ടുപോയതെന്ന്. കല്യാണിക്ക് മനസ്സിലായി ഇനിയിപ്പോ താൻ മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കല്യാണി പെട്ടെന്ന് പറഞ്ഞു, അത് എന്നോട് ക്ഷമിക്ക് സോണി, കിരണേട്ടൻ ചാരുമോളെ അന്വേഷിച്ചു പോയതാ, ഈ വിവാഹം ഒരിക്കലും മുടങ്ങാതിരിക്കാൻ വേണ്ട ഞാനൊരു കള്ളം പറഞ്ഞത്. കിരണേട്ടൻ പോയപ്പോഴും പറഞ്ഞായിരുന്നു മുഹൂർത്ത സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. അതുകൊണ്ട് ഇനിയിപ്പൊ താമസിപ്പിക്കേണ്ട, ചാരുമോളം കൊണ്ട് കിരണേട്ടൻ വരുവോളെന്ന് പറയണം. സോണി പറഞ്ഞു, എന്താ കല്യാണി നീ വിചാരിച്ചിരിക്കുന്നേ? ഒരു കാരണവശാലും എന്റെ ചാരുമോളില്ലാതെ ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്കെന്റെ ചാരുമോളെ ഇപ്പൊ ആവശ്യം, എനിക്കൊരു കല്യാണം അല്ലെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സോണി പുറത്തേക്ക് പോവാണ്. ചന്ദ്രസേനനും അഗസ്റ്റിനും ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് പരസ്പരം നോക്കി ഒരു നിമിഷം അങ്ങ് നിൽക്കുകയാണ്. പെട്ടെന്ന് ആൽബി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലായിരുന്നോ എല്ലാവരോടും സൂക്ഷിക്കണോന്ന്, ഇപ്പൊ എല്ലാവരും എന്നോട് സൂക്ഷിക്കണോന്ന് പറഞ്ഞു. അവസാനം വേണ്ടേ, കല്യാണി പറഞ്ഞു, എല്ലാവരും സൂക്ഷിച്ചിരുന്ന, ചാരുമോളെ നോക്കിയിരുന്ന, പക്ഷെ ആ ദുഷ്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സേനൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കണ്ടെത്തണം മോളെ, കിരൺ എങ്ങോട്ടാ പോയെന്നറിയത്തില്ല, അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയണം. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. ഈ സമയത്ത് കുഞ്ഞു വാവിട്ട് നിലവിളിച്ചോണ്ടിരിക്കണം. കുഞ്ഞിന്റെ കരച്ചിലിനപ്പം ഒരുത്തം പറയാം, ഇത് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറയാ. ഇച്ചിരി വലിയ മനുഷ്യന്മാരെ എന്തെങ്കിലും പേടിപ്പിച്ച് നിർത്തായിരുന്നു, ഇതിനോടിപ്പോ എന്ത് പറയാനാ, എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലോ എന്ന് പറയണം. സാരമില്ല, ഇപ്പൊ കല്യാണമൊക്കെ ഏകദേശം മുടങ്ങി കാണുമായിരിക്കും, നമ്മുടെ ഭീഷണി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. ഭീഷണി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, അത് തന്നെയാണ് നമുക്ക് വേണ്ടതെന്നും പറയണം. ആൽബി സോണിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാ. എന്തിനാ കരയണ സോണി, നീ സമാധാനപ്പെട്, പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്, ഇനി ചാരുമോൾ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രം ഞാൻ നിന്റെ കഴുത്തിൽ താലി അറുത്തുള്ളൂ. ചാരുമോൾ ഉറപ്പായിട്ടും എത്തുമെന്ന് പറയാം. അപ്പൊ രൂപയും കല്യാണിയൊക്കെ അങ്ങോട്ട് വന്നു. കല്യാണി ചോദിച്ചു, നീ എന്തിനാ കല്യാണി എന്നോട് ഇത് മറച്ചു വെച്ചേ, എന്നോടൊരു വാക്ക് പറയാൻ വരായിരുന്നോ, എന്റെ മോളല്ലേ അവള്, എനിക്ക് അവളില്ലാതെ ഒരു ജീവിതം ഉണ്ടോ, അവളെ കൂടാതെ ഒരു കാരണവശാലും ഞാൻ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കില്ലെന്ന് നിനക്ക് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്ന് ചോദിക്കുക. കല്യാണി പറഞ്ഞു, എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകുക, ഞാൻ ഇവിടെ നിന്ന് ഉരുകുമായിരുന്നു നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കല്യാണം എങ്ങനെ നടക്കണം, അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദുഷ്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ, അപ്പൊ അത് നടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറയാ. പിന്നീട് ആൽബി സോണിനെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പോയി സമാധാനിപ്പിക്കുന്നുണ്ട്, തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രൂപയ്ക്കും സേനും എല്ലാം വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് സേനൻ രൂപയെ കൂട്ടിക്കൊണ്ട് പോയിട്ടും എല്ലാം നശിച്ചെന്നാ തോന്നേ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല രൂപയെ, ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കണം. രൂപ പറഞ്ഞു, ആ ദുഷ്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ചന്ദ്രേട്ടാന്ന് പറയണം. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തുമാത്രം സന്തോഷത്തോടെയായിരുന്നു ചാരുമോള്, അവൾക്കൊരു പോറല് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾ വെറുതെ വിടാൻ പോകുന്നില്ല, ഈ സേനാരാന്ന് അയാൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ്. നമ്മുടെ സന്തോഷം കെടുത്താനായിട്ട് അങ്ങേര് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല ചന്ദ്രേട്ടാന്ന് പറയണം. കിരണ് എന്തു പറ്റിയെന്ന് അറിയത്തില്ല, കിരണ് അന്വേഷിച്ചു പോയേക്കുന്നേ, അവൻ എവിടെയാ എന്താന്ന് അറിയത്തില്ല, ചാരുമോളെ കണ്ടെത്തിയോന്നും അറിയത്തില്ല. ഇനിയിപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാം. ആ സമയത്ത് അഗസ്റ്റിനും രവി എന്ന് പറയുന്ന ഓഫീസിൽ സ്റ്റാഫും ഒക്കെ അങ്ങോട്ട് വരുവാണ്. എന്തായി സേന കാര്യങ്ങള്, എന്തായെന്ന് അഗസ്റ്റിൻ ചോദിക്കുകയാണ്. എന്താകാനായിട്ടോ, ഒന്നും ആയിട്ടില്ല, കിരണിനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലെന്ന് പറയാ. ധൈര്യമായിട്ട് ഇരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണേ. ചാരുമോളെ കൊണ്ടുപോയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണേ. ഈ സമയത്താണ് കിരൺ എന്ത് ചെയ്യുക, കിരൺ അവരെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഗുണ്ടകളെ കുറിച്ച്. നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ താഴെ കുറച്ച് വണ്ടികളൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, ഇവിടെയാണോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് ചെല്ലുമ്പത്തേനും ഒരുത്തൻ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കിരണിന് സഹിക്കോ, കിരൺ ചെല്ലുന്ന കണ്ടപ്പോഴേ പറഞ്ഞു, ആ വരുന്നുണ്ടല്ലോ,
ഇവനെങ്കിൽ ഇവനെയല്ല നമ്മൾ പ്രതീക്ഷിച്ച മറ്റവനെയായിരുന്നു. മറ്റവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അധികം വൈകാതെ തന്നെ അവന്റെ കയ്യിൽ കിട്ടും. വരട്ടെ, വരുന്നവന്മാരൊക്കെ വരട്ടെ, ഓരോരുത്തന്മാരായിട്ട് നമുക്ക് അങ്ങോട്ട് തീർക്കാന്ന് പറയണം. കുറെ എണ്ണവന്മാരുണ്ടല്ലോ ഗുണ്ടകൾ, അവിടെ കുറച്ചവന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. കിരൺ അങ്ങോട്ട് ചെന്നു. എടാ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞിട്ട് ചെന്നപടി ഒരെണ്ണത്തിന് കാരണം തീർത്ത് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര പൊരിഞ്ഞ അടിയാ നടക്കുന്നത്. കുഞ്ഞിതെല്ലാം അങ്ങോട്ട് വാവിട്ട് നിലവിളിക്കുക. കിരണിന്റെ മസിലും ഇതെല്ലാം കണ്ട പൊരുത്തം വന്നിട്ട് പറഞ്ഞു, കുറെ മസിലൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിന്റെ അവസാനം എടുത്തു, അതാ നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇനിയിപ്പൊ നീ ഇവിടുന്ന് ജീവനോടാ പോകാൻ പോകുന്നില്ല. കല്യാണം മുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. പിന്നെ നിന്റെ ജീവൻ എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് നല്ല കാര്യമല്ലേ, നീയാ വന്ന് പെട്ടത്, നീ ആദ്യം പിന്നെ മറ്റവന്, അങ്ങനെ ആയിക്കോട്ടെ കാര്യങ്ങളെന്നൊക്കെ പറയാം. ഈ സമയത്ത് സോണിയാണ് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. സോണിയുടെ അടുത്തേക്ക് രൂപ വന്നിട്ട് പറഞ്ഞു, മോൾ എന്തിനാ ഇങ്ങനെ കരയണേ? സമാധാനം ഉണ്ടാക്കാം, ഈ അമ്മയല്ലേ പറയണെന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാ. ഇനി മോൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ചാരുമോൾ ഇങ്ങോട്ട് എത്തും, അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കിരണിനെ 2-3 പേരിങ്ങനെ ആ ഭിത്തിയിലേക്ക് അങ്ങ് ചേർത്ത് അങ്ങോട്ട് വെച്ചു. ഒരുത്തനാണ് കത്തിയായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്, ആ മെയിനായിട്ടുള്ള ഗുണ്ട അങ്ങോട്ട്. അവൻ ചെന്നിട്ട് ഇങ്ങനെ കുത്താനായിട്ട് അങ്ങ് തുടങ്ങുക. ഒരു നിമിഷം കിരൺ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. 2-3 പേര് കയ്യെ ബലമായിട്ട് പിടിച്ചേക്കുക. മരണത്തെ മുഖാമുഖം കണ്ട് ഇങ്ങനെ കിരൺ നിൽക്കുവാണ്. കിരൺ നിന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ പുറത്തുനിന്ന് ഒരുത്തൻ പറഞ്ഞു, ഇനി അവനെ വെച്ചേക്കണ്ട, അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലേ ഇതോടുകൂടി അവന്റെ ഒരുത്തന്റെ അങ്ങോട്ട് ശല്യം തീരുമെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുവാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, ഞാൻ പോയി നോക്കാം, നോക്കിയിട്ട് വരാം, അവൻ എവിടെയുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് കിരൺ വരുന്നത്. കിരൺ കാറിൽ നിന്ന് ഇങ്ങനെ അവശനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വല്ല ടെൻഷനായിപ്പോയി. ചാരുമോളെ കണ്ടില്ല. എന്താ കിരണേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കല്യാണി ഓടി അങ്ങോട്ട് ചെല്ലുവാണ് കിരണിന്റെ അടുത്തേക്ക്. അപ്പൊ കിരണൊന്നും മിണ്ടില്ല. കിരൺ എന്ത് ചെയ്യണം, പുറയിലേക്ക് പോയിട്ട് ചാരുമോളെ ഇങ്ങ് എടുക്കുവാണ്. ചാരുമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സോണി ഓടി ചെന്നിട്ട് ചാരുമോളെ ഇങ്ങ് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ്. എൻ്റെ മോളെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. ചന്ദ്രസാരൻ ഓടിപ്പോയി കിരണിനെ കെട്ടിപ്പിടിക്കുന്നത്. മോനെ നീ കാരണം, എന്നാലും എങ്ങനെ എവിടെ നിന്നാടാ നീ ചാരുമോളെ കൂട്ടിക്കൊണ്ട് വന്നേ? നീ ഇല്ലായിരുന്നെങ്കിൽ സോണിമോള് ഞങ്ങളെല്ലാം ആകെ തകർന്നിരിക്കുമായിരുന്നു. നിനക്ക് എവിടെ നിന്നാടാ ചാരുമോളെ കിട്ടിയത്? ആരാ കൊണ്ടുപോയെന്നൊക്കെ ചോദിച്ച് 100 ചോദ്യങ്ങളായിരുന്നു കിരണിന്റെ നേർക്ക്. കിരൺ പറഞ്ഞു, ഭാഗ്യം കൊണ്ട് അച്ഛാ ഞാൻ രക്ഷപ്പെട്ടതേ, മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വരുവാന്ന് പറയാ. എന്താ മോനെ സംഭവിച്ചേ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. അതച്ഛാ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ. ആ ഗുണ്ട അവനെ കുത്താനായിട്ട് ഇങ്ങനെ കത്തിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 2 കൈയിലും പിടിച്ചേക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഒരു കാലായിരുന്നു, ആ കാല് വെച്ച് ഒറ്റ തൊഴിയായിരുന്നു അങ്ങോട്ട് കൊടുത്തേ. ആ തൊഴിക്ക് തന്നെ ആ ഗുണ്ട മറിഞ്ഞു വീഴാണ് അവന്റെ കയ്യിൽ നിന്ന് കത്തി. പിന്നെ അവിടെ ജീവമരണ പോരാട്ടമൊക്കെ കിരണം നടത്തിയത്. അങ്ങനെ ഗുണ്ടകളെല്ലാം ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുവാണ്. അങ്ങനെയാണ് ചാരുമോളെ അവിടെ നിന്ന് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നു, മുഹൂർത്തത്തിന് മുമ്പ് തന്നെ കൊണ്ടുവരുവാണ്. ഈ സമയത്ത് അഗസ്റ്റ് പറഞ്ഞു, മോനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചാലും ചാരുമോളെ ഒന്നും ചെയ്യത്തില്ല എന്നറിയാവന്. എന്നാലും ഈ ഒരു സമയത്ത് നീയാണ് രക്ഷകനായിട്ട് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്റ്റിനും കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന മംഗള കർമ്മമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് അതോടൊപ്പം തന്നെ രൂപ മര്യാദയ്ക്കിരിക്കില്ല. രൂപ ഇനി ചോരയും കൂടെ തമ്മിലുള്ള കളിയായിരിക്കും കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി രാഹുലിന് ഇനി പഞ്ഞിക്കിടന്ന് കുറെ രംഗങ്ങളാണ് സേനയും കിരണവും ഒക്കെ ചേർന്ന്. ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാം കാത്തിരിക്കാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ.